ബിനീഷ് കോടിയേരി ബി.ജെ.പിയിലേക്ക്. രാവിലെ നോക്കുമ്പോൾ കോൺഗ്രസിന്റെ ചില സൈബർ കേന്ദ്രങ്ങളിലെ പ്രചരണമാണ്. അതിനിടെ ഈ ഒരു ചിത്രം കൂടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ബിനീഷ് കോടിയേരിയും ഷോൺ ജോർജും പി.സി. ജോർജൊക്കെ നിൽക്കുന്ന ഒരു ദൃശ്യവും, അതിൽ ഒരു വ്യക്തി, അത് ആരാണെന്നൊന്നും അറിയില്ല, ഒരു വ്യക്തി എന്തോ കൈമാറുകയാണ്. ഈ ചിത്രം വെച്ചിട്ട് കോൺഗ്രസ് സൈബർ ഹാൻഡിലുകളിലൂടെ നാട്ടിൽ കിടക്കുന്ന സകലമാന കോൺഗ്രസിന്റെ പേജുകളിലേക്കും ഒപ്പം വി.ഡി. സതീശന്, കെ. സുധാകരന്, രാഹുൽ ഗാന്ധിക്ക് വരെ ഹാഷ്ടാഗ് ഇട്ട് ഈ ഒരു ചിത്രവും ആ ക്യാപ്ഷനും വെച്ച് അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്താണ് ഇതിന്റെ വസ്തുതയെന്ന് അന്വേഷിക്കണ്ടേ. അങ്ങനെയാണ് ബിനീഷ് കോടിയേരിയെ നേരിട്ട് വിളിച്ചിട്ട് എന്താണ് ഈ ചിത്രത്തിന്റെ ബേസ്, ഇങ്ങനൊരു ചിത്രം വെച്ച് കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ബി.ജെ.പിയിലേക്കോ എന്ന് ചോദിച്ചൊരു ചോദ്യം കേട്ടപ്പോഴുള്ള ഒരു ചിരിയുണ്ട്. ആ ഒരു സംഭാഷണം അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ട് തന്നെ, അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി തന്നെ റെക്കോർഡ് ചെയ്ത് നിങ്ങളെ അങ്ങ് കേൾപ്പിക്കുകയാണ്. ബിനീഷ് കോടിയേരി ബി.ജെ.പിയിലേക്കോ എന്നുള്ള ആ പ്രചരണത്തിന് എന്താണ് അടിസ്ഥാനമെന്ന് ബിനീഷ് കോടിയേരി തന്നെ പറയുന്നത് കേൾക്കും. ബിനീഷ് ബി.ജെ.പി പോകുന്നു എന്നൊരു വാർത്ത വരുന്നു. എല്ലാ ദിവസവും നമുക്ക് വലിയൊരു പിരിമുറുക്കുള്ള ദിവസമല്ലോ. ഈ പിരിമുറുക്കുള്ള ദിവസങ്ങൾ ഇങ്ങനെയുള്ള കോമഡികൾ കേൾക്കുമ്പോഴാണല്ലോ നമുക്കൊരു സമാധാനവും സന്തോഷമൊക്കെ കിട്ടുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ബോറായി പോകും. അപ്പൊ അത് നിൽക്കട്ടെ കുറച്ച് തവണ. എല്ലാ ദിവസത്തെയും ഈ പറയുന്ന ടെൻഷന്റെ ഇടയിലേ കുറച്ച് തമാശകളും കൂടെ കേൾക്കട്ടെ, കുഴപ്പമില്ല. ഏത് ചടങ്ങായിരുന്നു ഈ പ്രചരിപ്പിക്കുന്ന ചിത്രം? അത് ഏത് ചടങ്ങായിരുന്നു? അത് ഞാൻ കണ്ടില്ല. അത് നമ്മുടെ ഓഫീസിന്റെ ഒരു ഇതല്ലേ, ഓഫീസിന്റെ ഉദ്ഘാടന സമയത്ത് ഒരു സീനിയർ അഡ്വക്കേറ്റ് നമുക്ക് ഭരണഘടന തരുന്ന നമുക്ക് 3 പേർക്കും കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് തന്നത്. ആ പുസ്തകം കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെ ഇവർക്ക് നമ്മളുമായിട്ട് നല്ല സന്തോഷമാണല്ലോ. ഇപ്പൊ നമ്മളവിടെ നടക്കുന്ന നിലപാടുകളും മുസ്ലിം ലീഗിനും ബി.ജെ.പിക്കും കോൺഗ്രസിനും ഒക്കെ നമ്മൾ നിരന്തരമായിട്ട് ഇവരെ കൊണ്ട് പറയുകയും ഇവർ പറയുന്ന കള്ളങ്ങൾ പൊളിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഇവർക്ക് നല്ല സന്തോഷവും ഇവർക്ക് നല്ല സ്നേഹവും എന്റെ അടുത്തുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, ഈ ഷോൺ ജോർജ്, പി.സി. ജോർജ് എന്ന് പറഞ്ഞ ഷോൺ ജോർജ് പഴയ ലോ അക്കാഡമിയിലോ എന്തോ ഒപ്പം പഠിച്ച ആളാണല്ലേ? ഷോണും ഞാനും തമ്മിൽ വർഷങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചല്ലേ. അവനെ ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്ന, അവന്റെ നിലപാടുകൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരുത്തൻ ഞാനാ. അവന്റെ ഇപ്പൊ കൂട്ടത്തിൽ പോലും പൊളിറ്റിക്സ് സംസാരിക്കുമ്പോൾ ഞാനും അവനും തമ്മിലാണ് ഏറ്റവും കൂടുതൽ പറയുന്ന വാഗ്വാദങ്ങൾ ഉണ്ടാവാറ്. അപ്പൊ അവൻ അങ്ങനത്തെ ഒരു നിലപാട് തന്നെ അവനെ സുഹൃത്തെന്ന രീതിയിൽ അംഗീകരിക്കുകയും അവന്റെ നിലപാടിനെയും രാഷ്ട്രീയത്തെയും പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയും ചെയ്യും ഞാൻ.